വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ട്രോമ കെയറിന്റെ സഹകരണത്തോടെ ജീവൻ രക്ഷ പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൃത്താല SHO C വിജയകുമാരൻ ഉദ്ഘാടനം ചെയ്തു. CPR നൽകൽ, ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകടങ്ങൾ, പ്രഥമ ശുശ്രൂഷ നൽകൽ എന്നിവ ഉൾപ്പെടെ ബോധവൽക്കരണ ക്ലാസ്സിൽ പ്രതിപാദിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തൃത്താല SHO വിജയകുമാരൻ നിർവഹിച്ചു. അപകടം തട്ടി റോഡിന് വീണ് കിടന്നിട്ട് രക്തം പാർന്ന് മരിക്കുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നല്ലൊരു അവയർനെസ് ക്ലാസ് നമുക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനെ മുന്നിട്ടിറങ്ങേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ഗ്രന്ഥശാലകളിലുള്ള ഇങ്ങനെയുള്ള യുവജന ക്ലബ്ബുകൾ, ഗ്രന്ഥശാലകൾ, ഇങ്ങനെയുള്ള കുടുംബയോഗങ്ങളുമായിട്ടുള്ള യോഗങ്ങൾ വളരെ സമാധാനപരവും നല്ല ഭംഗിയായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. കാരണം വെച്ചാൽ ഒരു കൃത്രിമത്വം ഇല്ലാത്തൊരു സ്റ്റേജും അതുപോലെ തന്നെ ആളുകളും നാച്ചുറലായിട്ടുള്ള ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നല്ല രീതിയിൽ നമുക്ക് ഗ്രഹിക്കുന്ന തരത്തിൽ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇപ്പോൾ സൊസൈറ്റിയിൽ കാണുന്നതും തിന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ബീഡി, സിഗരറ്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഹാൻഡ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ മറിമടന്ന് അതൊക്കെ മാറി മറിഞ്ഞ് ഇപ്പോൾ ശരിക്ക് രാസവസ്തുക്കളുടെ ഉപയോഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പ ജനം തമ്മിൽ. ജില്ലാ ട്രോമ കെയർ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പി, മലപ്പുറം ട്രോമ കെയർ ട്രെയിനർ ഷമീർ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. 100-120 ഒരുമിച്ച് 100-120 താഴാനും പാടില്ല, 120 കൂടാനും പാടില്ല. ഒരുമിച്ച് ഒരു 120 അടിക്കല്ലത്. ഇതൊരു 30ന്റെ 4 സെറ്റായിട്ട് 13 കംപ്രഷൻ, 30 കംപ്രഷനും 2 ബ്രെത്തും. ബ്രെത്ത് പറഞ്ഞാൽ ശ്വാസം കൊടുക്കുക, 2 ശ്വാസം കൊടുക്കുക. ഈ ബ്രെത്ത് കൊടുക്കുന്ന ആൾ അത് 2 ഒരാൾ ചെയ്യണ്ട. എന്നെ സഹായിക്കാൻ വന്ന ആരെങ്കിലും ഒരാൾ അപ്പുറത്ത് മുട്ടിത്തിക്കണം. എന്നിട്ട് ഞാൻ CPR ചെയ്ത് 30 അപ്പുറത്തെ ആൾ എന്ത് ചെയ്യണം, 2 ശ്വാസം കൊടുക്കണം. അപ്പൊ ശ്വാസം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നേരിട്ട് ഒരാൾക്ക്, ഒരു അന്യപുരുഷനാണെങ്കിലും ഒരു സ്ത്രീയാണ്, നമുക്ക് ശ്വാസം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഇങ്ങനത്തെ എക്യുപ്മെന്റിന്റെ ഒരു സഹായം. ഇതിനാ പറയാ ആംബോ ബാഗ് എന്ന് പറയും. ഇത് ആംബുലൻസ് KSRTC ഓട് പറ്റിയ സാധനം കേട്ടോ. ഇത് കറക്റ്റ് എന്ത് ചെയ്യാം, അയാളെ മൂക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്തെ ഒരാൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, പൊക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പുറത്താണ് 2 സ്ക്യൂസ്, 2 ഞെക്ക് കൊടുക്കാം, 2 ശ്വാസം കൊടുക്കുക. അതല്ല ഒന്നും കൂടി നമ്മുടെ സേഫ്റ്റി ഇതുപോലത്തെ ഒരു പോക്കറ്റ് മാസ്ക് ഉണ്ട്. പോക്കറ്റ് മാസ്ക് എന്ന് പറയാം. അത് ഫിൽട്ടർ ഒക്കെ ഉള്ള സാധനം. ഇത് കറക്റ്റ് അയാളെ വായിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഊത്ത് ഊതാം. ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിക്കുള്ള ഉപകരണം. ഇതൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. അത് ഇല്ലാത്തൊരു കേസിന് ഞാൻ പറയാം. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അതില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇനിയിപ്പോ നമുക്ക് കൊടുക്കാൻ, ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ട്, CPR കൊടുക്കാം കേട്ടോ. ഇതാണ് പ്രോസസ്സ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്. മുതിർന്നവരുടെ വിഭാഗത്തിൽ നടന്ന താലൂക്ക് തല വായനാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ PV ഹസീനയെ SHO C വിജയകുമാരൻ അനുമോദിച്ചു. കപ്പൂർ ജനതാ ഗ്രന്ഥശാല പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷാനിബ ടീച്ചർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സൽമ ടീച്ചർ, അലി കുമരനെല്ലൂർ, MK യൂനസ്, ഹസീന, മനോജ് പുലാശ്ശേരി, ഹസൻ, മംസി, പ്രിൻസി, ലൈബ്രറിയൻ സുദീപ് പൊന്നേങ്കാവിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.